നമസ്കാരം ട്രേഡേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിലും നല്ല സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവലാണ് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഓരോ ലെവൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിഫ്റ്റി എടുക്കുന്നത് ഡേ ചാർട്ടാണ്, 1 ഡേ ചാർട്ടാണ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്രാഷ് ആയിരുന്നു. അപ്പോൾ എന്നിട്ട് കറക്റ്റ് ഈ ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തേക്കാണ്. ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്തു, അതിൻ്റെ ഗ്രീൻ ക്യാൻഡിൻ്റെ റിട്രേസ് ചെയ്തു. ഇനി ഈ ഗ്രീൻ്റെ ലോ അല്ലെങ്കിൽ ഈ സ്വിംഗ് ലോ കടന്നാലാണ് നമുക്ക് വീണ്ടും മാർക്കറ്റ് താഴേക്കാണ് കൺഫർമേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലോ കടന്നാലാണ് താഴേക്ക്, അതർവൈസ് മേ ബി നാളെ സൈഡ് വേസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ സ്വിങ്ങിൻ്റെ മേലെ കടന്നാലാണ് 25,659 കടന്നാലാണ് മുകളിലേക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ നിഫ്റ്റി നോക്കുക, ഫ്യൂച്ചർ ചാർട്ട് ഇത് റെഡ് ക്യാൻഡിൽ നിഫ്റ്റിയുടെ ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ട ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇത് ബ്രേക്ക് ചെയ്താലാണ് ഡൗൺ ട്രെൻഡ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു ലോ കടന്നാലാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ ലോ കടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്കാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് കറക്റ്റ് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടി നിൽക്കുകയാണ്. അപ്പോൾ നാളത്തെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ സൈഡ് വേസ് എക്സ്പെക്ട് ചെയ്യുക. ഇത് കടന്നാലാണ് താഴേക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഡേ ചാർട്ടാണ് നമ്മൾ 15 മിനിറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിഫ്റ്റി ബാങ്കിൻ്റെ ഉണ്ട്. ബാങ്ക് കൈൻഡ് ഓഫ് ലൈക്ക് ഒരു റിട്രേസ്മെൻ്റ് ആയിട്ടുള്ളൂ, വലിയ ഫോളോ വന്നിട്ടില്ല, ലൈക്ക് ഒരു റിട്രേസ് ചെയ്തിട്ടുള്ളൂ. ബാങ്കിൽ നമുക്ക് ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം കണ്ട. അപ്പോൾ ഇവിടെ 1 2 3 4th ടൈമാണ് ബ്രേക്ക് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തത്. അത് വീണ്ടും മുകളിലേക്ക് പോയി ഇവിടെ നിന്ന് എക്സാക്ട് റെസിസ്റ്റൻസ് കിട്ടി. മാർക്കറ്റ് ഇവിടുന്ന് റെസിസ്റ്റൻസ് കിട്ടി, മേ ബി താഴേക്ക് വരാം. ഏറ്റവും നല്ലത് ഈ ലോ കടന്നാലാണ് ലൈക്ക് നമുക്ക് ഉറപ്പായിട്ടും ഡൗൺ ട്രെൻഡ് അത് പറയാൻ പറ്റുള്ളൂ. അതിനുണ്ട് ഫ്യൂച്ചർ ചാർട്ട്. എപ്പോഴും ഓൾവേസ് ഫ്യൂച്ചർ ചാർട്ട് നോക്കണ്ട. ഇപ്പോൾ ഫ്യൂച്ചർ ചാർട്ട് നോക്കി നമ്മൾ പറഞ്ഞ ആ ലെവല് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഇപ്പോഴും വീഴാനായിട്ട്, ബാങ്ക് നിഫ്റ്റിയിൽ വീഴാനായിട്ട് ലൈക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കറക്റ്റ് അവിടെ നിന്ന് സപ്പോർട്ട് ഇട്ട് തിരിഞ്ഞേക്കാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ താഴേക്ക് പോവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡൗൺ ട്രെൻഡ് എന്ന് കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. ഇനി മിഡ് ക്യാപ്പ് നോക്കി നമ്മൾ പറഞ്ഞ പോലെ അത് ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, ഈ എക്സാക്റ്റ് ആ ലൈനിന് സപ്പോർട്ട് ഇട്ടിട്ട് തിരിഞ്ഞേക്കാണ്ടാവും. അപ്പോൾ വൺസ് ഈ ഒരു സ്വിംഗ് ലെവൽ 12,795 കടന്നാലാണ് നമുക്ക് ഡൗൺ ട്രെൻഡ് ആണെന്ന് കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. ലൈക്ക് ഇതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പ് ട്രെൻഡ് തന്നെയാണ്. ഈ സ്വിങ്ങൊക്കെ കടന്നാലാണ് നമ്മുടെ മാർക്കറ്റിലെ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. സെൻസറീസ് വേണ്ട. ഇനി ഇത് സെൻസസ് ആണ്. സെൻസസ് നോക്കിയാൽ സെൻസസ് കറക്റ്റ് ആ ലോ കടന്നു. ഇതൊരു സിംഗിൾ ലോ ആയിരുന്നു കണ്ടത്, കുറേ പ്രാവശ്യം സപ്പോർട്ട് കിട്ടിയതാണ്. അത് ബ്രേക്ക് ചെയ്തു, അതിൻ്റെ താഴെയാണ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ആ ലെവലിൻ്റെ മുകളിൽ നിന്ന് ക്ലോസ് ചെയ്തത്. അതായത് മാർക്കറ്റിന് ലൈക്ക് വീഴാൻ വലിയ താല്പര്യം ഇല്ല, എക്സാക്ട് സപ്പോർട്ട് എടുത്തേക്കാണ്. ഇനി മാർക്കറ്റിൻ്റെ ഡൗൺ ട്രെൻഡ് കൺഫർമേഷൻ പറയുന്നത് ഇതിൻ്റെ ലോ കടന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്കാണ് ലൈക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുവരെ നമുക്ക് ഈ സൈഡ് വേസ് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഇനി 5 മിനിറ്റ്സ് നോക്കുമ്പോൾ ഇപ്പം നിഫ്റ്റി 50 നോക്കി 5 മിനിറ്റ്സ് ആണ്. 50 മിനിറ്റ്സ് നോക്കാം. 50 മിനിറ്റ്സ് നോക്കുമ്പോൾ കേട്ടോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മൂവ് ചെയ്യണത്. ഐദർ ഈ ഒരു ഇന്നലത്തെ ലോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം സിം ലോ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ ട്രെൻഡ് അത് എക്സ്പെക്ട് ചെയ്യാം. അപ്പ് ട്രെൻഡ് നമുക്ക് മുകളിലേക്ക് നോക്കുന്നത് ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ലൈക്ക് ഈ ഒരു സിംഗ് കഴിഞ്ഞാലാണ് നമ്മുടെ അപ്പ് ട്രെൻഡ് മാർക്കറ്റിൻ്റെ പ്രശ്നമൊക്കെ മാറി മുകളിലേക്കുള്ള വ്യൂ എടുക്കാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ താഴേക്കാണ്. ഇപ്പോഴത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ലോ കടന്നാലും താഴേക്കുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോ ട്രേഡ് സോണാണ് കേട്ടോ. ഫ്യൂച്ചർ ചാർട്ട് നോക്കി, ഫ്യൂച്ചർ ചാർട്ടായാലും ഈ ലോ കടക്കാണ്ടൊന്നും നോക്കരുത്. എപ്പോഴും ഫ്യൂച്ചറും സ്പോട്ടും എപ്പോഴും നോക്കാം. ഫ്യൂച്ചറിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. സ്പോട്ട് റിട്ടേൺസിനെ പറ്റിക്കാനുള്ള കുറച്ച് സാധനങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഫ്യൂച്ചർ ചാർട്ട് ഫോളോ ചെയ്യാം. ഇപ്പോൾ ബാങ്ക് ആയാലും ഈ റേഞ്ച് തന്നെയാണ് കളിക്കണത്. ഇപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ലൈക്ക് ഇപ്പം മുകളിലേക്ക് നിൽക്കണ്ട, അങ്ങനെ ഒറ്റയടിക്ക് ബ്രേക്കായി പോകുന്നില്ല, സമയം എടുത്തിട്ടേ ബ്രേക്ക് ആവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ ചാർട്ട് നോക്കി, ഫ്യൂച്ചർ ചാർട്ടിലുണ്ടോ ഇങ്ങനെ ഒരു അഡ്വാൻസ് ഷോട്ട് ഉണ്ടാക്കാം. ഫ്യൂച്ചർ ചാർട്ട് ഇങ്ങനെ അഡ്വാൻസ് ഷോട്ട് ഉണ്ടാണ്. ഇത് നേരെ പൊട്ടിക്കാൻ എടുക്കരുത്. ഇത് കുറച്ചുകൂടി ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്തിട്ട് ഈ ലെവൽ കിടക്കുകയാണെങ്കിൽ ചെറിയൊരു ട്രേഡ് അപ്പ് ട്രെൻഡ് കിട്ടും. പിന്നെ ഇപ്പോൾ താഴേക്ക് നമ്മൾ പറഞ്ഞാൽ ഈ ലോ കിടക്കാണ്ടൊന്നും നോക്കാനില്ല. ഇപ്പോൾ നോ ട്രേഡിങ് സോണാണ്, അതായത് ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നോ ട്രേഡ് സോണാണ്, എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിഡ് സെലക്റ്റിലും കൈൻഡ് ഓഫ് അങ്ങനെയാണ്. ഈ ലോ കിടക്കാതെ ഒന്നും ട്രേഡ് ഇല്ല. ഇനി നാളത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സെൻസസ് നോക്കി, സെൻസസ് നോക്കുമ്പോൾ ശരിക്കും പവർഫുൾ മാർക്കറ്റായിട്ട് തോന്നണേ. ഈ ലോ കടന്നാലാണ് താഴേക്ക്, മുകളിലേക്കും ഇത് കടന്നു കഴിഞ്ഞാൽ എടുക്കരുത്. അത് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് എടുക്കുക. ഇത് ഒറ്റയടിക്ക് അങ്ങനെ മാർക്കറ്റ് അങ്ങനെ തിരിച്ച് കയറുന്നതിന് സമയം എടുത്തിട്ട് അതിന് അത്ര കൺസൾട്ടേഷൻ ഒക്കെ കിട്ടിയിട്ടാണ് മുകളിലേക്ക് പോവുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.